ഇനി എന്തൊക്കെ പറഞ്ഞിരുന്നാലും, എന്തൊക്കെ കോളുകളൊക്കെ സൃഷ്ടിച്ചെന്ന് പറഞ്ഞിരുന്നാലും, ഇവർ രണ്ടുപേരും ഇങ്ങനെയൊക്കെയാണ്, ഇവരിങ്ങനെ ഇരിക്കും. ഇവരുടെ ഇടയിലൊരു റിലേഷൻ വ്യക്തമല്ല എങ്കിൽ ഇവരെ പിരിക്കാൻ കഴിയില്ല ഗെയ്സ്, പിരിക്കാനും കഴിയില്ല. എങ്കിലും രാവിലെ ഇവർ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് രണ്ടും വലിയ വർത്തമാനത്തിലാണ്. എന്തൊക്കെ കാര്യങ്ങളാണെന്ന് അറിഞ്ഞുകൂടാ, വലിയ വർത്തമാനത്തിലാണ്. ആ സമയത്താണ് ഒരു ഇടിമുഴക്കം പോലുള്ള ആ സൗണ്ട് കേട്ടത്. ഗബ്രി ചാടി എഴുന്നേറ്റ്. കാര്യം എന്താണെന്ന് ഗബ്രിക്ക് മനസ്സിലായി, മൈക്കില്ല. അപ്പോൾ ബിഗ് ബോസ് ചോദിച്ചു മൈക്ക് എവിടെയെന്ന്. ആ സ്പോട്ടിൽ തന്നെ ഗബ്രി അവിടെ നിന്ന് ഓടി. അതായത് ജാസ്മിൻ്റെ അടുത്തുണ്ടെങ്കിൽ സർവ്വതും ഗബ്രി മറക്കും, ജാസ്മിനും മറക്കും. അതിനകത്ത് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നൊരു കാര്യം എന്ന് പറയുമ്പോഴേക്കും ഈ ഒരു അസുഖം നമ്മുടെ ജാസ്മിൻ്റെ നിന്ന് കിട്ടിയാണ്. കാരണം വെച്ചാൽ ഏറ്റവും കൂടുതൽ ഈ ഒരു മൈക്ക് ഈ ഇടാതെ ഉള്ള വഴക്ക് കേട്ടത് ജാസ്മിനാണ്. അപ്പോൾ ജാസ്മിൻ്റെ നിന്നാണ് ഈ ഒരു അസുഖം നമ്മുടെ ഗബ്രിക്ക് കിട്ടിയത്. അപ്പോൾ ബിഗ് ബോസിൻ്റെ നിന്ന് നല്ലൊരു ആട്ട് കേട്ടു. ആ സ്പോട്ടിൽ തന്നെ ചെന്ന് മൈക്ക് എടുത്തിട്ടു. അപ്പോഴേക്കും അപ്സര എത്തി. എല്ലാവരോടുമായിട്ട് അപ്സര പറഞ്ഞു പവർ ടീമിൻ്റെ പോയിൻസിൽ നിന്നും കുറച്ച് പോയിൻസ് കുറയും. അതിനുള്ളൊരു റീസൺ എന്ന് പറയുമ്പം നമ്മുടെ ഗബ്രി മൈക്ക് ധരിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് നല്ലൊരു പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് പറയുമായിരുന്നു. ഇതെല്ലാവരും എന്തെന്നാലും ആ ഒരു പണിഷ്മെൻ്റ് കാണാൻ ഇങ്ങനെ വെമ്പൽ കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ പണിഷ്മെൻ്റ് എന്ന് പറയുമ്പോഴേ ഗബ്രി എല്ലാവരോടും പോയി ക്ഷമ ചോദിക്കണം. ആഹാ, എല്ലാവരും നോക്കി നിൽക്കുകയാണ് ഗബ്രി ഓരോരുത്തരുടെ അടുത്തായിട്ട് ചെന്ന് ക്ഷമ ചോദിക്കുന്നത്. ഏറ്റവും കൂടുതൽ അതിനകത്തേക്ക് സന്തോഷം തോന്നിയത് സിബിനാണ്. ഈ സമയത്ത് അപ്സര അങ്ങനെ അവിടെ നിന്ന് പറയുന്ന സമയത്ത് സിബിൻ അവിടെ ഒരു ടീമിനെയൊക്കെ ഉണ്ടാക്കി അവർ അവിടെ വലിയ ചർച്ചയൊക്കെ തുടങ്ങി. നിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞോ, നിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചോ എന്നൊക്കെ, ഇങ്ങനെ ക്ഷമ ചോദിച്ചോ എന്നൊക്കെ ഉള്ളൊരു ചർച്ച അവിടെ നടക്കുകയാണ്. ആ ഒരു സമയത്ത് തന്നെ ഗബ്രി നമ്മുടെ സിബിൻ്റെ ടീമിൻ്റെ അടുത്ത് എത്തി. എന്നിട്ട് അവരോട് ഇങ്ങനെയാണ് പറയേണ്ടത്, ഇനി ഞാൻ മൈക്ക് ധരിക്കുക എന്നുള്ളൊരു കാര്യമാണ് അവിടെ പറയേണ്ടത്. പക്ഷേ ഇവർക്കെല്ലാം ഇതൊരു ഭയങ്കര ഒരു ഫണ്ണായിട്ടാണ് തോന്നിയത്. കാരണം വെച്ചാൽ ഗബ്രിക്ക് ഇങ്ങനെ ഒരു ശിക്ഷ കിട്ടിയത്. ഓരോരുത്തരുടെ അടുത്ത് പോയി വേണം ഇങ്ങനൊരു കാര്യം ക്ഷമ ചോദിക്കാനായിട്ട്. അപ്പം സിബിൻ ഇങ്ങനെ ഒരു ഇങ്ങനെ തീ കൊളുത്തി വിടും പോലെ എല്ലാവർക്കും ഇട്ട് ഒരു ചൂട് കൊടുക്കുന്നുണ്ട്. അവൻ ഇവിടെ വന്ന് ക്ഷമ ചോദിക്കണം, ഓരോരുത്തരുടെ അടുത്തായിട്ട് ക്ഷമ ചോദിക്കണം, അല്ലാതെ വിടരുത് എന്നൊക്കെ ഉള്ളൊരു കാര്യം. എന്താന്നാലും ഇത് ഗബ്രിക്ക് കിട്ടിയൊരു പണിഷ്മെൻ്റ് എന്ന് പറയുമ്പോഴേക്കും അത് എല്ലാവരും ആഘോഷിച്ചു. ഈ പറയുന്ന പുറത്തുള്ള നമ്മുടെ പ്രേക്ഷകരും, അതായത് ഇതിൻ്റെ ഒരു വീഡിയോ ഒക്കെ പുറത്തിറങ്ങി അതിൻ്റെ കമൻസ് കണ്ടപ്പോഴേക്കും കമൻസിൻ്റെ ചാകരയാണ്. അതായത് ഗബ്രിക്ക് കിട്ടിയത് നന്നായി എന്നുള്ള അത് നമുക്കെല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു റീസണും കാര്യമൊക്കെ എന്താണെന്നുള്ളത്. അപ്പം ഓരോരുത്തരുടേതായിട്ട് ഗബ്രി ഒന്ന് ക്ഷമ ചോദിച്ച് സിബിനൊക്കെ സന്തോഷമായി, സായിക്കൊക്കെ സന്തോഷമായി. അതെല്ലാവരുടെ ഫേസിലും നിഴലിച്ച് തന്നെ കാണാം. അപ്പോൾ എന്താന്നാലും ഈ ഒരു ഇനി ഇത് ആവർത്തിക്കാതിരിക്കട്ടെ. കാരണം വെച്ചാൽ ജാസ്മിനോട് ഇടയ്ക്ക് ബിഗ് ബോസ് ജാസ്മിൻ മൈക്ക് ധരിക്കൂ, ജാസ്മിൻ മൈക്ക് ധരിക്കൂ ഇങ്ങനെ പറയും പോലെ ഇതൊരു പരമ്പര പോലെ ഇനി നമ്മുടെ ഗബ്രിയോടും പറയേണ്ടി വരുമെന്നാണ് ഒരു ഡൗട്ട്. എന്തായാലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. കാരണം വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ ഗബ്രി അവിടെ ഇപ്പം തന്നെ ഏകദേശം ഒരു കോമാളിയുടെ അവസ്ഥയല്ല, ഗബ്രി അവിടെ ഒരു കോമാളിയായി തീരും.